എടാ, ഒത്തിരി നേരമായില്ലേ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ആർക്കെങ്കിലും അറിയോ എന്തിനാ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കണേന്ന്? എടാ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്നു പറ. എന്റെ ദിവസേട്ടാ, ചൂടായിട്ടൊരു കാര്യമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇരിക്കുന്ന ഒരു ഒറ്റെണ്ണത്തിന് എന്തിനാണ് വികാരിച്ചൻ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞതെന്ന് അറിയില്ല. എനിക്കറിയാം. എന്നാ പറ. പക്ഷേ പറയില്ല. അതെന്താ പറഞ്ഞ നിന്റെ പൊട്ടിപ്പോവോ? അതൊരു രഹസ്യ. ആ രഹസ്യം എന്നോടുകൂടെ ഈ മണ്ണിൽ അലിഞ്ഞില്ലാതാവും. ദേവസൂട്ടേട്ടാ, അവന് പ്രാന്താണ്. നിങ്ങളല്ലാതെ അവന്റെ അടുത്തൊക്കെ അഭിപ്രായം ചോദിക്കോ? അവൻ പറഞ്ഞതിൽ ഒരു കാര്യം സത്യ. ഇതൊരു രഹസ്യമാണ്. ആ രഹസ്യം വികാരിശം വരുമ്പോ വെളിപ്പെടുത്തും. ഓ, അപ്പൊ പള്ളിയിലെ പ്രമാണിയായ ഈനാശു മാപ്പിളയ്ക്ക് ആ രഹസ്യം അറിയാമെന്നർത്ഥം. അതെ, ആ രഹസ്യം എനിക്കറിയാം. പക്ഷേ ഞാനത് പുറത്തു പറയില്ല. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. നീ മിണ്ടരുത്, ഇരിക്കണവിടെ. ഈ നാശി മാപ്പിളയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറ. ഇതിപ്പോ കുറെ നേരായി, അതുകൊണ്ട് ചോദിക്കണ. എടാ ലോനക്കുട്ടി, നീ യുവജനങ്ങളുടെ നേതാവല്ലേ? നിനക്കറിയോ ആ രഹസ്യം? ഇല്ല ഉസേപ്പേട്ടാ, ഇത് അച്ഛനും കാരണവന്മാരും കൂടി തീരുമാനിച്ചതാ. യുവജനങ്ങൾക്ക് ഇതിൽ വലിയ പങ്കൊന്നുമില്ല. അതെന്താ, ലോനക്കുട്ടി ആരെയോ കുത്തി സംസാരിച്ച പോലെ? അയ്യോ, ആരെയും കുത്തി സംസാരിച്ചതല്ല, ഒരു പരമ യാഥാർത്ഥ്യം പറഞ്ഞതാ. അല്ലെങ്കിൽ മുതലാളി പറ, ഈ കാര്യം ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾ ഈ യുവാക്കളെ ഉൾപ്പെടുത്തിയിരുന്നോ? അതില്ല. ആ, അത്രേ ഞാനും പറഞ്ഞുള്ളൂ. ആ മതി മതി മതി, ദേ വികാരിച്ചൻ വരുന്നുണ്ട് കേട്ടോ. കൂടെ ആരോ ഉണ്ടല്ലോ. അത് പീലിപ്പോസ് അച്ഛനാണോ? ഏത് പീലിപ്പോസ് അച്ഛൻ? പണപ്പിരിവിന് പേർഷ്യയിൽ നിന്ന് വന്ന അച്ഛനില്ലേ? ഓ, കൽദായ വൈദികൻ. ആ, അത് തന്നെ. പുള്ളിക്കാരൻ ഇന്ന് തിരിച്ചു പോകുന്നല്ലേ പറഞ്ഞേ? അതെ അതെ, കഴിഞ്ഞ ഞായറാഴ്ച ഇഗ്നേഷ്യസ് അച്ഛൻ അതാ വിളിച്ചു പറഞ്ഞ. അച്ഛന്മാരെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കൂ. കുറെ നേരമായി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. അറിയാം, ആദ്യമേ അല്പം നേരെ വൈകിയതിന് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ചെറിയൊരു ചർച്ചയിലായിരുന്നു, അതാ വൈകിപ്പോയത്. പീലിപ്പോസച്ചനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. നമ്മുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ബാബേലിലെ കൽദായ കത്തോലിക്ക സഭയിലെ വൈദികനാണ്. പണപ്പിരിവിനായിട്ടാണ് അദ്ദേഹം ഈ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നത്. നമ്മുടെ തൃശ്ശിവപ്പേരൂർ ഇടവകയിൽ നിന്നുള്ള പണം അദ്ദേഹത്തെ ഭദ്രമായി ഏൽപ്പിച്ചിട്ടുണ്ട്. പണക്കിഴിയോടൊപ്പം ഒരു കാര്യം കൂടെ ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പീലിപ്പോസച്ചന് കൊടുക്കാനാണ് നിങ്ങളോട് ഇവിടെ വരാൻ പറഞ്ഞത്. അതെന്താണച്ചോ, ഒന്ന് തെളിച്ചു പറ. ധൃതി പിടിക്കേണ്ട, ഞാൻ പറയാം. അതിനു മുൻപ് ഈ പീലിപ്പോസച്ചൻ ആരാണ് എന്ന് നിങ്ങൾ നന്നായി അറിയണം. വെറുതെ പണം പിരിക്കാൻ വേണ്ടി വന്ന ഒരു വൈദികനല്ല, മറിച്ച് ബാബേലിലെ കത്തോലിക്ക പാത്രിയാർക്കീസിന്റെ ഉപദേഷ്ടാക്കളിൽ ഒരു പ്രമുഖ അംഗമാണ് ഈ ഇരിക്കുന്ന ഫാദർ പീലിപ്പോസ് ആസിസ്. എന്നുവെച്ചാൽ പാത്രിയാർക്കീസിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളാണ് എന്നർത്ഥം. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ എന്താണ് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നത് എന്ന്. ദീർഘനാളത്തെ നമ്മുടെ സ്വപ്നമാണ് കൽദായ പാരമ്പര്യം പിഞ്ചെല്ലുന്ന നമുക്ക് സ്വന്തമായി ഒരു മെത്രാനെ ലഭിക്കുക എന്നത്. പലതവണയായി നമ്മൾ പാത്രിയാർക്കീസിനെയും റോമിലെ മാർപ്പാപ്പയെയും ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നു. നിങ്ങളുടെയൊക്കെ കയ്യൊപ്പ് ശേഖരിച്ച് കത്തുകൾ അയക്കുന്നു. പക്ഷേ നമുക്ക് ഒരു മറുപടിയും ഇതുവരെ ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു പാത്രിയാർക്കീസിന്റെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ തന്നെ ഈ പണപ്പിരിവിനായി നമ്മുടെ നാട്ടിലെത്തിയത് ദൈവനിയോഗമാണെന്ന്. പീലിപ്പോസച്ചൻ നമ്മളെ കൈവിടില്ല എന്ന് വിശ്വസിക്കാം. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു മെത്രാനെ വേണം എന്ന നമ്മുടെ ആവശ്യം ഒന്നുറക്കെ അച്ഛൻ്റെ അടുത്ത് പറയാവോ?
അച്ചോ, ഞങ്ങൾക്ക് സ്വന്തമായി ഒരു മെത്രാനെ വേണം. ഞങ്ങൾക്കത് സാധിച്ചു തരണം. പ്രിയമുള്ള തൃശ്ശൂർ പേരൂർ പള്ളി ഇടവകക്കാരെ, നിങ്ങളുടെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട പുത്തേട്ട് ഇഗ്നേഷ്യസ് അച്ഛൻ സ്വന്തമായി ഒരു മെത്രാനെ വേണമെന്ന നിങ്ങളുടെ ആവശ്യം ശക്തമായി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും അത് നന്നായി തന്നെ പ്രകടിപ്പിച്ചു. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പരമാവധി ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടി പാത്രിയാർക്കീസിനോട് അപേക്ഷിക്കും. ഇത് പീലിപ്പോസ് ആസിസ് അച്ഛൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരമകാരുണ്യവാനായ ദൈവത്തോടും നിങ്ങളുടെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ വ്യാകുല മാതാവിനോടും പ്രാർത്ഥിക്കണം. ഈ കപ്പൽ യാത്ര അപകടം കൂടാതെ അങ്ങ് ബാബേലിലെത്താനും ഈ ആവശ്യം ഉന്നയിച്ചു കഴിയുമ്പോൾ പാത്രിയാർക്കീസ് നിങ്ങൾക്ക് അനുകൂലമായ നല്ല തീരുമാനമെടുക്കാനും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്നേഹത്തിന് ദൈവനാമത്തിൽ നന്ദി. ജേർണി ഓഫ് ലവ്. ഇതൊരു യാത്രയുടെ കഥയാണ്. ട്രെയിൻ യാത്ര, ബസ് യാത്ര, കപ്പൽ യാത്ര, അങ്ങനെ ഒരുപാട് യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് സ്നേഹത്തിന്റെ, ബന്ധങ്ങളുടെ ഒരു യാത്രയുടെ കഥയാണ്. കണ്ടുമുട്ടിയ പലരും ജീവിതത്തിന്റെ ഭാഗമായതിന്റെ, ചിലർ അകന്നുപോയതിന്റെ, പൊട്ടിപ്പോയ ചില ബന്ധങ്ങളുടെ കണ്ണികൾ വിളക്കി ചേർത്തതിന്റെയൊക്കെ ഒരു സ്നേഹയാത്ര. ഈ കഥ പറയുന്നത് ആരെയും മുറിവേൽപ്പിക്കാനല്ല, മറിച്ച് എന്നോ മുറിഞ്ഞുപോയ ബന്ധങ്ങളുടെ ചില കണ്ണികൾ വിളക്കി ചേർക്കാൻ വേണ്ടി മാത്രമാണ്. ജേർണി ഓഫ് ലവ്. ഇതാണ് നമ്മുടെ കഥയിലെ നായകന്റെ ഭവനം. നായകൻ ഇപ്പൊ വീട്ടിലില്ല. ജന്മനാ കോടീശ്വരനല്ലാത്തതുകൊണ്ടും ദാരിദ്ര്യവും പട്ടിണിയും കൂടെപ്പിറപ്പായതുകൊണ്ടും പാവം കൂലിപ്പണിക്ക് പോയിരിക്കുക.
ചേട്ടത്തി, മറിയ ചേട്ടത്തി, ദേ വരുന്നു. എന്താടി? ഇച്ചിരി ശർക്കരയുണ്ടോ? കഷായത്തിന് ഭയങ്കര കയ്പാന്നാ പറയണേ. ചേട്ടൻ കുടിക്കണില്ല. വൈദ്യരോട് ചോദിച്ചപ്പോൾ ഇച്ചിരി ശർക്കര കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞു. അവിടെയാണെങ്കിൽ ശർക്കരയില്ല. ഇവിടെ എങ്ങാനും ഉണ്ടോ? ആ, ഇവിടെ ഉണ്ടടി. ഞാൻ എപ്പോൾ എടുത്തിട്ട് വരാം. പിള്ളേരെ കാണുന്നില്ലല്ലോ. ഇന്ന് പണിയുണ്ടോ അവർക്ക്? രണ്ടുപേരും രാവിലെ തന്നെ പോയിട്ടുണ്ട്. പണി കിട്ടിയോന്നറിയില്ല. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ സ്ഥിരം പണി ഒരിടത്തും കിട്ടുന്നില്ല എന്നാ പറയണേ. പിള്ളേരുടെ കല്യാണം ഒന്നും നോക്കുന്നില്ലേ? ആ, രണ്ടുപേർക്കും ഇപ്പൊ ഒന്നും വേണ്ടെന്നാ പറയണേ. നല്ല പ്രായത്തെ കല്യാണം കഴിക്കാൻ പറഞ്ഞോ? ഇല്ലെങ്കിൽ പെണ്ണ് കിട്ടാതെ നിൽക്കേണ്ടി വരും. എന്നെക്കൊണ്ട് പറയാവുന്ന പോലെ ഞാൻ പറയണുണ്ട്. രണ്ടുപേരുടെയും തലേ കയറണ്ടേ. പിന്നെ നല്ലൊരു ബന്ധവും ഒത്തു വരണം. അതൊക്കെ കിട്ടൂന്നേ. അവന്മാരും മിടുക്കന്മാരല്ലേ. മൂത്തവൻ പള്ളിയിലെ വലിയ ആളല്ലേ, യുവജനങ്ങളുടെ പ്രതിനിധി. അല്ല മറിയ ചേട്ടത്തി, പള്ളിയിലെ വിശേഷങ്ങൾ അറിഞ്ഞായിരുന്നോ? എന്ത് വിശേഷങ്ങൾ? പുതിയ മെത്രാനെ കിട്ടാൻ അപേക്ഷ കൊടുത്ത കാര്യം. ആ, മൂത്തോൻ എന്തോ പറയണത് കേട്ടു. ഇപ്രാവശ്യം കിട്ടുമെന്നാ എല്ലാരും പറയുന്നേ. അവിടെ പാത്രിയാർക്കീസിന്റെ അടുത്ത് വലിയ പിടിപാടുള്ള ആളുടെ കയ്യിലാണത്രേ കത്ത് കൊടുത്തു വിട്ടത്. ആ, ദൈവനിശ്ചയം പോലെ നടക്കട്ടെ. അമ്മേ, കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തേ. ആ, അല്ല, ഇതാര് ത്രേസ്യ ചേച്ചിയോ? ചേട്ടൻ എങ്ങനെയുണ്ട്? എന്ത്, ആ കിടപ്പ് തന്നെ, ഒരു മാറ്റവും. ഇന്നലെ വേറൊരു വൈദ്യരെ കാണിച്ചു. ഒരു കഷായം തന്നിട്ടുണ്ട്. അതിന് ഭയങ്കര കയ്പാന്ന്. അമ്മയുടെ ഇച്ചിരി ശർക്കര മേടിക്കാൻ വന്നതാ. ധൈര്യമായിരിക്കേ, എല്ലാം ശരിയാവും. ഇതെന്താ നിന്റെ കയ്യില്? ഇത് കുറച്ച് അരിയാ. ഇന്ന് ഈനാശു മാപ്പിളയുടെ പറമ്പിലായിരുന്നു പണി. പണി കഴിഞ്ഞപ്പോൾ ഒരു പിടി അരി തന്നു. ഓ, ഭാഗ്യമുണ്ടല്ലോ മറിയ ചേട്ടത്തി. ഇന്നെന്തായാലും നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാലോ. അവിടെ കുറെ നാളായിട്ട് കപ്പയാ. അന്നാ നീ ഇത് കൊണ്ടക്കോ. പോയി അവന് കഞ്ഞി വെച്ച് കൊടുക്ക്. ഈ കഷായൊക്കെ കുടിക്കുമ്പോ കഞ്ഞി നല്ലതാ. ആണോ? എന്നാ ഞാൻ കൊണ്ടുപോവാം. സന്തോഷായി. ഒത്തിരി നന്ദി മറിയ ചേട്ടത്തി. ഫ്രാൻസിസേ, നിനക്കും നന്ദി. ഓ, അമ്മ എന്തു പണിയാ കാണിച്ചേ? നമ്മളും അരി ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? എന്നും ഇവിടെയും കപ്പ തന്നെയല്ലേ? ഒരു ഒന്നൊന്നര ചെയ്ത്തായി പോയിട്ടാ. ഞാൻ എൻ്റെ മനസ്സ് ഒരുക്കി വരുമായിരുന്നു. എന്തിന്? നല്ലൊരു കഞ്ഞി കുടിക്കാൻ. സാരില്ലേടാ, പോട്ടെ. നമുക്ക് നാളെയാണെങ്കിലും കഞ്ഞി കുടിക്കാലോ. അവരുടെ കാര്യം അങ്ങനെയാണോ? ചാക്കോ ചേട്ടൻ തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നോണ്ടാ ആ 2 ജന്മങ്ങൾ ആ കൂരയുടെ കീഴിൽ ഇങ്ങനെ കഴിയണേ. എന്നാലും ഒരെന്നാലും ഇല്ല. നല്ല കപ്പ പുഴുങ്ങി തരാം. കൂട്ടത്തിൽ നല്ല കാന്താരി അരച്ചു വെച്ച ചമ്മന്തി. അതിനെന്താണാവോ ഇത്രമാത്രം പ്രത്യേകത? അത് തന്നെയല്ലേ എല്ലാ ദിവസവും ഉള്ളത്. പക്ഷേ ഇന്നത്തെ ചമ്മന്തി എല്ലാ ദിവസത്തെയും പോലെയല്ല. പിന്നെ 2 കാന്താരിമുളക് കൂടുതലിടാം. ഓ, സന്തോഷം. അയ്യോ അമ്മേ, ദേ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടനോട് കൂടെ ആ സന്തോഷം ഒന്ന് പങ്കുവെക്ക്. അമ്മേ, ഇന്ന് എനിക്ക് എവിടെയായിരുന്നു പണിയെന്ന് ചോദിക്കേ. ചോദിച്ചു. ചുമ്മാ തമാശ കളിക്കല്ലേ, ശരിക്കും ചോദിക്കേ. ദേ, ശരിക്കും ചോദിക്കുന്നു. എവിടെയായിരുന്നു എന്റെ ലോനക്കുട്ടന് പണി? പള്ളിക്കുളം വൃത്തിയാക്കൽ. അതിനും ചേട്ടന് നീന്തലറിയോ? കുളം വൃത്തിയാക്കാൻ എന്തിനാടാ നീന്തൽ അറിയുന്നത്? കുളത്തിലെ മുഴുവൻ വെള്ളം തേവിക്കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കാൻ തുടങ്ങിയത്. ഓ, അപ്പൊ നീന്തലിന്റെ ആവശ്യമില്ല. വൃത്തിയാക്കി കഴിഞ്ഞപ്പോ അച്ഛൻ ഞങ്ങളോട് അതിലെ മീൻ കുറച്ചെടുത്തോളാൻ പറഞ്ഞു. കണ്ടാ പെടക്കണ ബ്രാല്. അമ്മേ, ഇതൊന്ന് പെട്ടെന്ന് ശരിയാക്കിക്കേ. കപ്പയുടെ കൂടെ ഒരു പിടി പിടിപ്പിക്കാം. കുളം വൃത്തിയാക്കിയോണ്ട് നല്ല ക്ഷീണമുണ്ട്. ഓ, ഇപ്പൊ നിനക്ക് സന്തോഷായില്ലോ. അതെന്ത് പറ്റി?
ഇവന്റെ സന്തോഷം ആരെ കൊണ്ടുപോയേ? ഇവൻ പണി കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ത്രേസ്യക്ക് എടുത്തു കൊടുത്തു. ചമ്മന്തി കൂട്ടി കപ്പ കഴിക്കുന്നതിന്റെ വിഷമത്തിലായിരുന്നു അവൻ. നിനക്ക് എവിടെയായിരുന്നു പണി? ഈനാശുമാപ്പിളയുടെ പറമ്പില്. നാളെ അവിടെ തന്നെയാ. എന്നെ മുതലാളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും വന്നോളം പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഭാഗ്യം. ഭാഗ്യല്ലടാ, ദൈവാനുഗ്രഹം. ജീവിതത്തിൽ പണവും സമ്പത്തും ഒന്നുമല്ല വേണ്ടത്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുണ്ടെങ്കിൽ ദേ ഇങ്ങനെ സന്തോഷമുള്ളൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോ ഇതാണ് നായകന്റെ കുടുംബം. അമ്മയും 2 മക്കളുമുള്ള ഒരു കൊച്ചു കുടുംബം. എടാ ഫ്രാൻസിസേ, പതുക്കെ. ഇന്നലത്തെ രാത്രിയിലെ മഴ കാരണം ആ വരമ്പ് മുഴുവൻ തെന്നിക്കിടക്കുക. നമ്മൾ എത്ര തെന്നല് കണ്ടതാ ദേവസിക്കുട്ടി ചേട്ടാ. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണി. നിങ്ങളുടെ കരിനാക്കാണ്. അമ്മേ, എന്റെ നടു. വേദനണ്ടടാ? ഇല്ല, പരമസുഖം. ഒന്ന് വരമ്പേ കയറി ഇങ്ങോട്ട് വീണ് നോക്ക്. അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് തെന്നുവെന്ന്. അപ്പൊ നിനക്ക് പുച്ഛം. നിന്ന് പ്രസംഗിക്കാതെ ഒന്ന് കൈ പിടിച്ചേ. അയ്യോ, പറ്റുന്നില്ല, നല്ല വേദനയുണ്ട്. വൈദ്യരുടെ അടുത്ത് പോണോ? വേണ്ട, കുറച്ചു നേരം നോക്കട്ടെ. ആ, എന്നാ അവിടെ തന്നെ ഇരിക്കും. മുതലാളി എങ്ങാനും വന്ന് ഞാനിവിടെ വെറുതെ ഇരിക്കുന്ന കണ്ട പണിയാവോ? അതിന് മുതലാളി മനുഷ്യപ്പറ്റില്ലാത്തവനൊന്നുമല്ല. കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അങ്ങേരെ കണ്ട അങ്ങനെ പറയില്ലട്ടാ. എനിക്ക് മുതലാളിയെ കാണുമ്പോൾ അങ്ങേർക്ക് ഇത്തിരി അഹങ്കാരമുള്ള പോലെ തോന്നുക. അഹങ്കരിക്കാനുള്ളതുകൊണ്ടല്ലടാ, അഹങ്കരിക്കട്ടെ. അതെന്താണ് ഇത്രമാത്രം അഹങ്കരിക്കാൻ? ഈ നാശിമാപ്പിള ആരാന്ന നിന്റെ വിചാരം? എടാ, പേര് കേട്ട തറവാട്ടുകാരാ. ഈ തൃശ്ശിവപേരൂരിനെ തൃശ്ശിവപേരൂരാക്കിയതില് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളതേ ഈ മുതലാളിയുടെ അപ്പനപ്പന്മാരാ. ഇങ്ങനെ തള്ളി മറയ്ക്കാതെ കുറച്ചും കൂടി വ്യക്തമായി ഒന്ന് പറഞ്ഞു തരൂ. നീ ശക്തൻ തമ്പുരാന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ രാജാവല്ലേ, നമ്മുടെ തൃശ്ശിവപേരൂരിന്റെ സ്വന്തം രാജാവ്. അതന്നെ. ഈ ശക്തൻ തമ്പുരാൻ കൊച്ചി രാജാവായിരിക്കുമ്പോഴാ തൃശ്ശിവപേരൂരിനെ ഈ കാണുന്ന തൃശ്ശിവപേരൂരാക്കി മാറ്റിയത്. തേക്കിൻകാട്, പേര് പോലെ വലിയൊരു കാടത്. ആ അമ്പലത്തിന് മുമ്പിലെ കാടൊക്കെ വെട്ടി വെടുപ്പാക്കി വൃത്താകൃതിയിലൊരു വഴി അങ്ങോട്ട് വെട്ടി ചവിട്ടിയ പൊട്ടത്തെ കല്ലിട്ട് രാജവീതിയാക്കി മാറ്റി. ദൈവമേ, അത് ഈ രാജാവിന്റെ പണിയാ? തീർന്നില്ല. അന്ന് എന്ന് 1790കളിലെ കാര്യാണ്ടാ. അന്ന് ഇവിടെ കുന്നംകുളത്തും പൊന്നാനിയിലൊക്കെയാണ് വാണിജ്യം ശക്തമായി നടക്കണത്. അപ്പം ഇവിടെ തമ്പുരാനൊരു ആഗ്രഹം, തൃശ്ശിവപേരൂർ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രം അങ്ങടെ ആക്കണമെന്ന്. എന്നിട്ട് പുള്ളി എന്താ ചെയ്തേ? അന്നേ ഈ തൃശ്ശിവപേരൂരിന്റെ അയൽ പ്രദേശങ്ങളിലൊക്കെ താമസിച്ചിരുന്ന വാണിജ്യ രംഗത്ത് അഗ്രഗണ്യന്മാരായ 52 സുറിയാനി കത്തോലിക്ക കുടുംബങ്ങളെ തമ്പുരാൻ തൃശ്ശിവപേരൂരിലേക്ക് കൊണ്ടുവന്നു. അതിൽപ്പെട്ട ഒരു കുടുംബമാണ് ഈനാശിമാപ്പിളയുടെ കുടുംബം. അപ്പോ അഹങ്കരിക്കുന്നതിൽ തെറ്റില്ല. ഈ തൃശ്ശിവപേരൂർ അങ്ങാടിയിലെ ഒരു പ്രധാന വ്യവസായിയായിരുന്നു ഈനാശുമാപ്പിളയുടെ അപ്പാപ്പൻ കോരമാപ്പിള. ശക്തൻ തമ്പുരാൻ രാജാവ് രാജ്യത്തെ പല തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഈ കോരമാപ്പിളോട് അഭിപ്രായം ചോദിക്കാറുണ്ടെന്നാ കേട്ടിട്ടുള്ളത്. ഇനി നീ പറ, മുതലാളിത്തിരി തൻ്റെ ആയതിൽ തെറ്റുണ്ടാ? ഒരു തെറ്റൂല. എടാ, തൻ്റെ എന്ന് വെച്ചാ തൻ്റെതായ ഇടം കണ്ടെത്തിയവൻ എന്നർത്ഥം. അങ്ങേർക്ക് സ്വന്തമായ ഇടമുണ്ട്, ഇടങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു ഇടത്തിലാ നമ്മളിപ്പോ പണി ചെയ്യണേ. അതെ, നടുവേദന മാറിയെങ്കിൽ വിത്തറക്കാം. ഒരു ചെറിയ വേദന ഇപ്പോഴും ഉണ്ട്. ഉണ്ടാവും.
കഥ കേട്ടിരിക്കണ സുഖേ പണിയുമ്പോ കിട്ടില്ല. അല്ല ശരിക്കുണ്ട്. അപ്പൊ മുതലാളിക്ക് അത്രമാത്രം സ്വത്തുണ്ടല്ലേ? ഇഷ്ടം പോലെ. പക്ഷെ അനുഭവിക്കാൻ ആ ഒരു പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ, ക്ലാര. ഡാടാ, ആ വിത്തെടുത്ത് കയ്യെ പിടിച്ചോ, ആരെ വരുന്നുണ്ട്. ഓ, ഇവള് തല്ലിക്കൊന്നാലൊന്നും ചാവില്ലേട്ടാ. പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പോഴേക്കും വരുന്നുണ്ട് മുതലാളിയുടെ മോള്. എവിടെ പോയിട്ടാ മക്കളെ? പള്ളി പോയതാ, ഒരു ചെറിയ നൃത്ത പരിശീലനം. ആ, നോക്കി നടന്നോളൂട്ടാ, തെന്നലുണ്ടേ. ആ ഒരു വീഴ്ച ഒരു ഒന്നൊന്നര വീഴ്ചയായിരുന്നു. സത്യം പറഞ്ഞ അന്ന് ക്ലാര വന്ന് വീണത് ഫ്രാൻസിസിന്റെ നെഞ്ചിലേക്കല്ല, ഹൃദയത്തിലേക്കാ. മേക്കെണീം താ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തെയ്തൈ പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുകമാർത്തോമൻ മലമേൽ നിന്നും വേദ്യനമ്പു ചാർത്തി മാറി എന്ന പോൽ മയിൽ മേലേറി നിന്ന നീല കാണവേണം
പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തുമാലയും അലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാത്തുമൻ അലങ്കരിച്ച പന്തലിൽ വന്നിടുന്തരുൾക മാർത്തുമൻ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകൃതി തത്താതിമൃതത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും കടിച്ചെമ്പുമിരുമ്പും മറ്റും പാലാവക വേണ്ടും പണികൾ ഇന്ത്യ തത്ത മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യ തത്ത തികതത്താം തികതത്താമൃതത്തെ ഇന്ത്യ തത്ത മഹിമയോടരുമകളെല്ലാം ചെയ്യും മനുവിവനെതിരിൽ ഒരുവൻ തച്ചൻ മറവില്ലേതും പണികൾ കഴകാൻ ഇന്ത്യ തത്ത തത്തത്തകതത്താകൃതത്തെ ഇത്തരമുത്തരമായുള്ള വചനം ഇച്ഛവരും പടികരുതിയുറച്ചു തക്കിടകടകട ഇത്തരമുത്തരമായുള്ള വചനം ഇച്ഛവരും പടികരുതിയുറച്ചു ഇവരോടീതമായി അരുൾ ചെയ്യുമ്പോൾ ഇമ്പമുടരുവികൾ തിരുമനസാലെ ഇയൽ വഴി ഇമ്പമുടരുവികൾ തിരുമനസാലെ ഇയൽ വഴിയെത്തി അണഞ്ഞുറുഹായി ഇണദാനായോനെ എടുത്ത കാശേ ഭൂതരോടൊരുമിച്ചൗവഴി കൂടി വിധമൊരു തച്ചനു സാദൃശ്യമായി ഭൂതരോടൊരുമിച്ചൗവഴി കൂടി വിധമൊരു തച്ചനു സാദൃശ്യമായി ദിനവോടേയര നാഴിക മുമ്പേ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുമ്പാകെ തകതാ തകതാ തകതാത്തി തിഗിതാ തിഗിതാ തിഗിതാത്തി തകതാത്തി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ മൃതത്തെ പെരിയ ബഹുമാനപ്പെട്ട മാർ ഏലിയ മേലൂസ് പിതാവേ, ബഹുമാനപ്പെട്ട ആന്റണി തൊണ്ടനാട്ടച്ച, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ തൃശ്ശിവപ്പേരൂർ പള്ളി ഇടവകാംഗങ്ങളെ, ഇതൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണ്. തോമാസ് ലിഹായുടെ പാദസ്പർശമേറ്റ മണ്ണാണ് നമ്മുടേത്. നമ്മുടെ പൂർവികരെ മാമോദീസ നൽകി ക്രിസ്ത്യാനികളാക്കി മാറ്റിയിട്ടുള്ളത് തോമാസ് ലിഹായാണ്. ഈശോ തമ്പുരാൻ ജീവിച്ചിരുന്ന കിഴക്ക് നിന്നുള്ള കൽദായ പാരമ്പര്യം പേറുന്ന ഒരു സഭയാണ് നമ്മുടേത്. പക്ഷേ പിന്നീട് നമ്മുടെ നാട്ടിലെത്തിയ പോർച്ചുഗീസുകാരുടെ ഇടപെടൽ കാരണം കുറച്ചൊക്കെ ലത്തീൻവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സഭ. ലത്തീനിൽ നിന്നുള്ള മെത്രാന്മാരാണ് നമ്മളെ കുറേ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നമ്മുടെ വലിയൊരു സ്വപ്നമാണ് നമ്മുടെ കൽദായ പാരമ്പര്യം പേറുന്ന ഒരു മെത്രാനെ
നമുക്ക് നേതൃത്വ നിരയിലേക്ക് കിട്ടുക എന്നുള്ളത്. റോമിലെ പരിശുദ്ധ സിംഹാസനത്തിലേക്കും കിഴക്കിലെ കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസിനും നിരന്തരമായ കത്തുകൾ നമ്മൾ സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് ആസീസച്ചൻ്റെ പക്കലാണ് അവസാനത്തെ കത്ത് പാത്രിയാർക്കീസിന് നമ്മൾ കൊടുത്തുവിട്ടത്. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ നമ്മുടെ ഇടയിലിരിക്കുന്ന ഈ മെത്രാൻ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അഭിവന്ദ്യ മാർ ഏലിയ മേലൂസ് മെത്രാനെ ഈ മലബാറിൻ്റെ തീരത്തേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പെരിയ ബഹുമാനപ്പെട്ട ആന്റണി തൊണ്ടനാട്ടച്ചനെ ക്ഷണിക്കുന്നു. അഭിവന്യ മാർ മേലൂസ് പിതാവേ, ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛ, പ്രിയമുള്ളവരെ, അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊരു സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ ദിവസമാണ്. ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് ഇതുപോലെ നമ്മൾ അയച്ച കത്തുകളുടെ മറുപടിയായി നമുക്ക് നൽകപ്പെട്ടൊരു മെത്രാനായിരുന്നു മാർ റോക്കോസ് പിതാവ്. പക്ഷെ അദ്ദേഹം റോമിലെ പരിശുദ്ധ സിംഹാസനത്തിന് അനുവാദമില്ലാതെയാണ് നമ്മുടെ നാട്ടിലെത്തിയത്. മലബാറിൻ്റെ തീരത്തുള്ള നമ്മുടെ സഭയെക്കുറിച്ച് പഠിക്കാനാണ് അദ്ദേഹത്തെ പാത്രിയാർക്കീസ് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം നമ്മുടെ സഭയെ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തെ മഹറോൻ ചൊല്ലി ഇവിടെ നിന്നും തിരിച്ചയക്കേണ്ടി വന്നത്. ആ സംഭവങ്ങൾ ഉണ്ടാക്കിയ മുറിവ് ഉണങ്ങി വരുന്നതേയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞ അന്ന് റോക്കോസ് പിതാവ് സഭയിലുണ്ടാക്കിയ മുറിവ് ഉണക്കാൻ വന്ന വൈദ്യനാണ് ഈ ഇരിക്കുന്ന മാർ ഏലിയ മേലൂസ് പിതാവ്. റോമിലെ പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസിൻ്റെയും വ്യക്തമായ അനുവാദം വാങ്ങിച്ചാണ് പിതാവ് നമ്മുടെ സഭയെ നയിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ദേ, ഇതാണ് ആ അനുവാദ പത്രികകൾ. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം ബോംബെയിൽ എത്തിച്ചേർന്നത്. ആ സമയം ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. നമ്മുടെ സഭയെക്കുറിച്ച് വളരെ വ്യക്തമായ അറിവ് ഞാൻ അദ്ദേഹത്തിന് പകർന്നു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, നമ്മുടെ സഭയിലുള്ളവരെ ഒരുമിച്ച് ചേർക്കാനും പാരമ്പര്യം നഷ്ടപ്പെടാതെ മുന്നോട്ട് നയിക്കാനും നമുക്ക് ദൈവം തമ്പുരാൻ കൊണ്ടുതന്ന ദൈവദൂതനാണ് മേലൂസ് മെത്രാൻ എന്ന്. ഇദ്ദേഹം നമ്മുടെ സഭയെ ലോകത്തിൽ അറിയപ്പെടുന്ന സഭയാക്കി മാറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നമുക്ക് ആ നന്മയ്ക്കായി പ്രാർത്ഥിക്കാം, പിതാവിനെ അനുസരിക്കാം. കൽദായ പാരമ്പര്യം പിന്തുടരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലബാറികളെ, വളരെയധികം സന്തോഷമുണ്ട് ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം നിങ്ങളുടെ ഈ നാട്ടിലെത്തിയതിലും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും. റോമിലെ പരിശുദ്ധ സിംഹാസനവും കൽദായ കത്തോലിക്ക പാത്രിയാർക്കിസും നിങ്ങൾക്ക് മലബാറിലെ ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കണം. ആത്മീയമായും ഭൗതികമായും നിങ്ങളെ ഉണർത്തണമെന്നാണ് എൻ്റെ അടുത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ ഇത്രനാൾ ബാബേലിലെ അക്ര എന്ന രൂപതയുടെ മെത്രാനായാണ് സേവനം ചെയ്തിരുന്നത്. ആ സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറിയാണ് ഞാൻ നിങ്ങളുടെ പിതാവായി ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളിനി അനാഥരല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരപ്പനുണ്ട്. ദത്തുപുത്രരായി നിങ്ങൾ മറ്റു പിതാക്കന്മാരുടെ അടുക്കിലേക്ക് ഇനി പോകേണ്ടതില്ല. നമുക്കൊരുമിച്ച് ഒരു കുടുംബമായി മുന്നേറാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും അത് കഴിച്ചിട്ട് വേണം പോകാൻ. മെത്രാൻ വൈദിക മന്ദിരത്തിൽ വിശ്രമിക്കുന്നതാണ്. അയ്യോ, എല്ലാവരെയും അല്ല, ദേ
ആ കുട്ടിയാണ് വിളിച്ചത്. എന്നെയാണോ? അയ്യോ അല്ല, അപ്പുറത്തെ കുട്ടിയെ. എന്നെയാണോ? അതെ. എന്തേ? അത് പിന്നെ ഒരു വ്യക്തിപരമായ കാര്യം പറയാനായിരുന്നു. ആ പറഞ്ഞോ. അല്ല, വ്യക്തിപരമാണ്. ആ പറഞ്ഞോളൂ. നിങ്ങളൊന്ന് മാറി നിൽക്കുമോ? അതിനെന്താ? ഇന്നലെ വീണിട്ട് എന്തെങ്കിലും പറ്റിയോ? അവിടെ ഇവിടെയൊക്കെയായി കുറച്ച് പൊട്ടലുണ്ട്. മുട്ടിലെ തൊലിയൊക്കെ പോയി. ഞാൻ പിടിച്ചത് നന്നായല്ലേ? അല്ലാന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. ക്ലാര നന്ദിയൊന്നും പറഞ്ഞില്ല. ഇന്നലെ വേദന എടുത്തിരിക്കില്ലായിരുന്നോ? അതിനിടയിൽ നന്ദി പറയാൻ വിട്ടുപോയി. ക്ഷമിക്കേ. അല്ല, എന്നെക്കൊണ്ട് നന്ദി പറയിപ്പിക്കാനാണോ ഇവിടെ നിൽക്കാൻ പറഞ്ഞത്? അല്ല, പിന്നെ വേറൊരു കാര്യം പറയാനാ. അതെന്താ? ഒന്ന് കണ്ണടയ്ക്കോ? അതെന്തിനാ? കുട്ടി എന്നെ നോക്കുമ്പോൾ ഉള്ളിലെന്തോ പേടി പോലെ. കണ്ണടയ്ക്കണോ? ഞാൻ തിരിഞ്ഞു നിന്നാ പോരെ? അല്ല, അതുപോരാ. എനിക്ക് മുഖത്ത് നോക്കി പറയണം. ശരി, കണ്ണടച്ചു. എനിക്ക് കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. സത്യമായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമാണ് ട്ടാ. അങ്ങനെ തന്റെ പേടിയൊക്കെ മാറ്റിവെച്ച് ക്ലാരയുടെ മുഖത്ത് നോക്കി ഫ്രാൻസിസ് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ഈ ജാതിക്കാത്തോട്ടം എജ്ജാതി നിന്റെ നോട്ടം എന്റെ ഉള്ളില് പന്ത് പോലൊരു ഉരുണ്ടുകേറ്റം കണ്ട കള്ള പെരുമാറ്റം ഈ ജാതിക്കാത്തോട്ടം എജ്ജാതി നിന്റെ നോട്ടം എന്റെ ഉള്ളില് പന്ത് പോലൊരു ഉരുണ്ടുകേറ്റം കണ്ട കള്ള പെരുമാറ്റം നിന്റെ ചിരി ഞാൻ കണ്ടെന്ന് പിടിവിട്ടെന്റെ ചങ്കൊന്ന് ഒന്ന് ചെന്ന് മിണ്ടെന്ന് ഉന്തി വിട്ടെന്റെ ഉള്ളന്ന് എന്റെ അല്ലെന്നാണയിട്ട് നീ പറഞ്ഞിട്ടും നിന്റെ പേരിൽ എന്റെ പേര് ചേർത്തിരുന്നേ. ആ ആ അവളൊരു മിഠായി പോലെന്ന് എന്റെ കൂട്ടായി കൂടിന്ന് എന്റെ ചേട്ടായി ചൊല്ലുന്ന് ഓന് വട്ടായി പോയിന്ന് എന്നെ നോക്കില്ലെന്നൊരിക്കൽ നീ പറഞ്ഞിട്ടും നിന്റെ കണ്ണോടെന്റെ കണ്ണ് ചേർത്തിരുന്നേ. ആ ആ ഈ ജാതിക്കാത്തോട്ടം എജ്ജാതി നിന്റെ നോട്ടം എന്റെ ഉള്ളില് പന്ത് പോലെ
ഫ്രാൻസിസ്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചോദിക്കേ. ഞാൻ അന്ന് തെന്നി വീണപ്പോഴാണോ നീ എന്നെ ആദ്യമായി ശ്രദ്ധിക്കുന്നേ? അങ്ങനെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അതെ. കാര്യം പള്ളിയിലൊക്കെ വെച്ച് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അതെന്തു പറ്റി? എന്നെ കാണാൻ അത്രയ്ക്ക് മോശമാണോ? അതുകൊണ്ടല്ല, കാണാൻ ഭംഗി കൂടുതലായതുകൊണ്ടാ. ഭംഗി കൂടുതലായ ശ്രദ്ധിക്കല്ലേ ചെയ്യാ? നടക്കാത്തൊരു കാര്യം വെറുതെ സ്വപ്നം കാണണ്ടല്ലോ. എന്നുവെച്ചാ? അല്ല, വലിയൊരു മുതലാളിയുടെ മോളല്ലേ, പാരമ്പര്യം കൊണ്ടും പണം കൊണ്ടും എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഈ സുന്ദരിയെ സ്വന്തമാക്കാമെന്ന് ആഗ്രഹിക്കുന്നത് വ്യാമോഹമല്ലേ? ഇഷ്ടത്തിനങ്ങനെ വേർതിരിവുകളുണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ വിവാഹം ആലോചിക്കുമ്പോൾ ഏത് തറവാട്ടുകാരാണ്, എത്ര സ്വത്തുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്, പഠിപ്പുണ്ട്, ഏതെങ്കിലും പണിയുള്ള ആളാണോ എന്നൊക്കെ അന്വേഷിക്കുന്നത്. എന്നിട്ടിപ്പോ ആ സുന്ദരിയെ സ്വന്തമാക്കാമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴും ഉറപ്പില്ല. ഇഷ്ടമാണ് ഒരുപാട്. നീ എൻ്റെ കയ്യെ വന്ന് വീണ ദിവസം സത്യം പറഞ്ഞ ഞാൻ ഉറങ്ങിയിട്ടില്ല. അത് തന്നെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. എത്ര പരിശ്രമിച്ചിട്ടും ഈ മുഖം മനസ്സിൽ നിന്ന് മായാത്തോണ്ടാ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞേ. അല്ല, ഈ പറയുന്ന ആള് എന്നെ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഫ്രാൻസിസിന്റെ അമ്മയെയാണ്, മറിയ ചേട്ടത്തിയെ. അമ്മയെ അറിയോ? അമ്മയോട് ചോദിച്ചു നോക്ക്, എന്നെ അറിയോന്ന്. നിങ്ങൾ തമ്മിൽ നല്ല പരിചയമുണ്ടോ? ആ. അതെങ്ങനെ? എനിക്കേ ഒരു കുഞ്ഞി അസുഖമുണ്ട്. എന്തസുഖം? ഈ പാവപ്പെട്ടവരൊക്കെ കണ്ടാലേ എൻ്റെ മനസ്സ് പെട്ടെന്നലിയും, സഹായിക്കാൻ തോന്നും. അതൊരു അസുഖമാണോ? നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്, പക്ഷെ എൻ്റെ അപ്പന് അതൊരു നല്ല കാര്യമല്ല. ഒരുപാട് പണവും സാധനങ്ങളുമൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അപ്പന് ഇഷ്ടമല്ല. അത് നന്നായി. അതിന് പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? അതാ പ്രശ്നം. ഇഷ്ടം പോലെ പണമുള്ളവർക്കാണ് മറ്റുള്ളവരെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഈ ഒരു കാര്യം പറഞ്ഞ് ഞാനും എൻ്റെ അപ്പനും തമ്മിൽ എന്നും വഴക്കാം. എൻ്റെ പോലെ ഈ ഒരു അസുഖം ഫ്രാൻസിസിൻ്റെ അമ്മയ്ക്കും ഉണ്ട്. പാവപ്പെട്ടവരെ കണ്ടാൽ മറിയ ചേട്ടത്തി കയ്യിലുള്ളതൊക്കെ എടുത്തു കൊടുക്കും. ആ, അത് പറഞ്ഞത് നേരാ. അമ്മയ്ക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് തന്നെ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തളർന്നു കിടക്കുന്ന ചാക്കോച്ചേട്ടൻ്റെയും ത്രേസി ചേച്ചിയുടെയും വീട്ടിൽ വെച്ചാ. പിന്നെ ഏതെങ്കിലുമൊക്കെ രോഗികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മറിയ ചേട്ടത്തി എന്നേക്കാൾ മുമ്പ് അവിടെ എത്തിയിട്ടുണ്ടാവും. ആ, അതും ശരിയാ. രോഗീ സന്ദർശനം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പണിയാ. മറിയ ചേട്ടത്തി ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. അതെന്താ? എനിക്ക് കുഞ്ഞിലെ നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ പിന്നീട് കിട്ടിയിട്ടുള്ളത് മറിയ ചേട്ടത്തിയിൽ നിന്നാ. ചില സമയങ്ങളിൽ മനസ്സുകൊണ്ട് ഞാൻ അമ്മ എന്ന് വരെ വിളിച്ചിട്ടുണ്ട്. ക്ലാരയുടെ അമ്മയ്ക്ക് എന്തു പറ്റിയതാ? അമ്മയെക്കുറിച്ച് പറഞ്ഞ ഞാൻ ചിലപ്പോൾ കരയൂട്ടോ. ഞാൻ അമ്മയുടെ തനി പകർപ്പാന്നാ എല്ലാരും പറയാ. അത് വെറും കാഴ്ച കൊണ്ട് മാത്രല്ല കേട്ടോ. അമ്മയുടെ മനസ്സാ എനിക്ക് കിട്ടിയിരിക്കണേ. അപ്പൻ പള്ളിയിലെ വലിയ ആളൊക്കെ ആണെങ്കിലും ദൈവത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ അമ്മയാ. ഒരു സുഹൃത്തിനോടെന്ന പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കണമെന്നും ദൈവം തന്നതെല്ലാം പങ്കുവെക്കണമെന്നൊക്കെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാ. ഒരു ദീനം വന്നിട്ടാ അമ്മ മരിക്കണേ.
ചികിത്സയ്ക്ക് വേണ്ടി അപ്പം കുറെ പണം ചെലവാക്കിയിട്ടുണ്ട്. അമ്മ മരിച്ചപ്പോഴാ മനസ്സിലായേ, പണം കുറെ ഉണ്ടായാലും നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആ പണം മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുക. ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ താൻ. കാര്യങ്ങളെക്കുറിച്ച് എത്ര ബോധ്യത്തോടെയാ സംസാരിക്കുന്നേ. അയ്യോ, ചോര വരുന്നുണ്ട്. നീ ബഹളം വെക്കല്ലേ, അതൊരു ചെറിയ മുറിവാവും. അല്ലല്ല, ഇത് നല്ല ആളുണ്ട്. ആ പന്നിയുടെ തേറ്റം കൊണ്ടാണെന്ന് തോന്നുന്നു. ചോര നിക്കണില്ലല്ലോ. നല്ല വേദന. നീ കരയല്ലേ. അയ്യോ അപ്പൻ, നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്. പറ്റണില്ല, ഭയങ്കര വേദന. അയ്യോ, ക്ലാര, നീ വീട്ടിൽ കയറിപ്പോ. അപ്പ ഞാൻ നീ ഇനി ഒന്നും മിണ്ടണ്ട. അകത്തേക്ക് പോകാൻ പോയി കതകടച്ച് കിടന്നോ. എന്തൊക്കെ ബഹളം കേട്ടാലും കതക് തുറക്കണ്ട. ഇല്ല, ഞാൻ പോകില്ല. ക്ലാര, ഈ ഈനാശു മാപ്പിളയ്ക്ക് എല്ലാത്തിനേക്കാൾ വലുതാണ് അഭിമാനം. അതുകൊണ്ട് വെറുതെ തമാശ കളിക്കാൻ നിൽക്കല്ലേ. കേറിപ്പോ. അപ്പ കേറിപ്പോവാൻ. തോട്ടത്തിൽ പന്നികൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇവന്മാര് വന്ന് പറഞ്ഞു. എന്നാ ആ പന്നികളെ നേരിട്ട് കണ്ടേക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഒരെണ്ണത്തിന് കിട്ടി. നല്ല ഊശ്വരുള്ള ഒരു 1.5 പന്നി. കിടക്കണ കിടപ്പ് കണ്ട. പിന്നെ നോക്കിയിട്ട് പന്നിയായി ഒന്നും കാണുന്നില്ല. പക്ഷേ ഒരു തൊരപ്പനെ കണ്ടു. പറമ്പിലേക്കും വീട്ടിലേക്കുമൊക്കെ തുരന്നു കയറുന്ന ഒരു തൊരപ്പൻ. എന്താണ് അതിന്റെ ഉദ്ദേശം? എനിക്ക് ക്ലാരയെ ഇഷ്ടമാണ്. എടാ, നീ പറ, ഇവന് എന്താ ചെയ്യണ്ടേന്ന്. വെടിവെച്ച് കൊല്ലാൻ മുതലാളി. അതിന് നിന്റെ അപ്പനുണ്ട വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ. വെടിയൊക്കെ നല്ല പന്നികൾക്കുള്ളതാ, നല്ല ഉശിരുള്ള പന്നികൾക്ക്. ഇത് തൊരപ്പൻ. ഇവന് വേണ്ടി ഒരു ഉണ്ട കളയേണ്ട കാര്യമില്ല. തല്ലിക്കൊല്ലടാ.
ഫ്രാൻസിസേ, അഴിച്ചുവിടുവനെ, അഴിച്ചുവിടാൻ. ആരാ കെട്ടിയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അഴിച്ചുവിടാൻ. നിങ്ങളോടാ പറയണേ. അഴിച്ചുവിടാൻ പറ്റില്ല. വികാരി അച്ഛനാ പറയണേ. ആര് പറഞ്ഞാലും അഴിച്ചു വിടണ്ടെന്നാ മുതലാളി പറഞ്ഞിരിക്കണ. ഓഹോ, എന്നാ എനിക്കൊന്ന് കാണണം നിന്റെയൊക്കെ മുതലാളിയെ. എന്താണ് വികാരിയച്ചോ ഈ ഈനാശുവിന്റെ പറമ്പിലെ? ഈനാശു മാപ്പിളെ, ഇതെന്ത് പണിയായത്? ഇതൊരു ചെറിയ പണിയച്ചോ. അച്ഛന്റെ പറമ്പിലെ വിള നശിപ്പിക്കാൻ പന്നി കയറിയ എന്തോ ചെയ്യും. അതിനിത് പന്നിയല്ലല്ലോ, മനുഷ്യനല്ലേ? ഇവൻ മനുഷ്യനല്ലച്ചോ, തൊരപ്പൻ. എന്റെ വീട്ടിലേക്ക് തുരന്നു വന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ച തൊരപ്പൻ. ഫ്രാൻസിസേ, നീ എന്താ ഇവിടുന്ന് എടുത്തേ? അവൻ മോഷ്ടിച്ചെടുത്തതേ എന്റെ മോളെയാ. എന്താ? എന്റെ മോളെ ഇവനെ കല്യാണം കഴിക്കണമെന്ന്. ഫ്രാൻസിസേ, ഈ കേട്ടത് സത്യമാണോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലോ? കയ്യും കാലും കാണിച്ചൊരു പെൺകുട്ടിയുടെ മനസ്സിളക്കുന്നതാണോടാ ഇഷ്ടം? അല്ലെങ്കിൽ തന്നെ എന്റെ തറവാട്ടി വന്ന്, അല്ല പറമ്പില് വന്ന് പെണ്ണു ചോദിക്കാൻ ഇവൻ എന്ത് പാരമ്പര്യമുണ്ട്? ഒരാശാരിയുടെ മകൻ. ആശാരിപ്പണി അവന്റെ അപ്പന്റെ തൊഴിലായിരുന്നു. അയാളും ഒരു ക്രിസ്ത്യാനി ആയിരുന്നു മാപ്പിളെ. അതും അവിടെ തോമാസ് ലീഹയ്ക്ക് പറ്റിയ ഒരു അബദ്ധം. പണ്ട് പുള്ളിക്കാരൻ മേൽജാതിക്കാർക്ക് മാത്രമല്ല, താഴ്ന്ന ജാതിക്കാർക്കും മാമോദീസ കൊടുത്ത് ക്രിസ്ത്യാനികളാക്കി. നല്ല ക്രിസ്ത്യാനിയാവാൻ നല്ല കുടുംബത്തിൽ പിറക്കണ വെച്ചു. എനിക്കങ്ങനെ ക്രിസ്ത്യാനികളെ താഴ്ന്ന ജാതിക്കാരെന്നോ മേൽജാതിക്കാരെന്നോ വ്യത്യാസപ്പെടുത്തി കാണാൻ കഴിയില്ല. എല്ലാവരും തുല്യരാണ്. എന്നാ അച്ഛനൊരു കാര്യം ചെയ്യേ, അച്ഛന്റെ കുഞ്ഞു പെങ്ങളെ ഇവന് കെട്ടിച്ചുകൂട്. എനിക്കതിന് മടിയൊന്നുമില്ല ഈനാശു മാപ്പിളെ. ഓ, അപ്പോ അച്ഛൻ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പെടുവല്ലേ? ഏത് കൂട്ടത്തിൽ? കുടുംബത്തിൽ പിറക്കാത്ത ക്രിസ്ത്യാനി. ഈനാശു മാപ്പിളെ, താൻ ഒരു തവണ ചൊറിഞ്ഞോ? പക്ഷേ ഇങ്ങനെ മാന്തി മാന്തി നിൽക്കരുത്. പറമ്പിൽ കയറിയ പന്നിയാണെങ്കിലും പട്ടിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും അതിനെ തല്ലിച്ചതയ്ക്കാനുള്ള അധികാരമൊന്നും തനിക്കാരും തന്നിട്ടില്ല. അച്ചോ, ഞാൻ സംസാരിക്കട്ടോ. ഈ പാരമ്പര്യം എന്ന് പറയുന്നുണ്ടല്ലോ, അത് കുറെ പണം സമ്പാദിച്ചു വെക്കലല്ല, അതൊരു സംസ്കാര കൈമാറ്റമാണ്. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നന്മയുടെ സംസ്കാരം. തനിക്കതൊക്കെ നഷ്ടപ്പെട്ടടോ. അച്ചോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാ പറഞ്ഞേ. ഇപ്പോ ആവശ്യമുള്ളത് മാത്രം. മര്യാദയ്ക്ക് അവന്റെ കെട്ടഴിച്ചു വിട്. അഴിച്ചു വിട്ടേക്കടാ. അന്ന് ഫ്രാൻസിസിന്റെയും ക്ലാരയുടെയും ജീവിതത്തിൽ സംഭവിച്ചതുപോലെ സങ്കടകരമായൊരു കാര്യം നാട്ടുകാരുടെ ഇടയിലും സംഭവിച്ചു. പ്രത്യേകിച്ച് തൃശ്ശിവപേരൂർ ഇടവകയിൽ.
നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കില്ലേ? പ്രിയ ഇടവക ജനങ്ങളെ, ദേ നോക്ക്, കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ചു നേരം ശാന്തമായിരുന്ന് എന്നെ ഒന്ന് കേൾക്കാമോ? സ്നേഹമുള്ളവരെ, ഞാനടക്കമുള്ള സുറിയാനി കത്തോലിക്കരാണ് ചതിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, വിശുദ്ധ തോമാസ് ലിഹായിലൂടെ ക്രിസ്തു എന്ന ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ സഭയെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മൾ സുറിയാനി കത്തോലിക്കർ. തോമാസ് ലിഹായെ പോലെ തന്നെ ക്രിസ്തുവിന്റെ മറ്റൊരു ശിഷ്യനാണ്, ശിഷ്യന്മാരുടെ നേതാവാണ് പത്രോസ് ലിഹ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ. തോമാസ് ലിഹായുടെ കാലം മുതൽ തന്നെ റോം എന്ന നഗരവുമായി നമുക്കുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വാണിജ്യപരമായ ബന്ധം മാത്രമല്ല, ആരാധനയുമായി, സഭാ അധികാരവുമായി റോമുമായുള്ള ബന്ധം നമുക്കുണ്ട്. നമ്മൾ അറിയപ്പെടുന്നത് സുറിയാനി കത്തോലിക്കരെന്നാണ്. എന്നുവെച്ചാൽ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ് നമ്മൾ. കത്തോലിക്ക സഭ ഒന്നേയുള്ളൂ, അത് റോമിന്റെ കീഴിൽ വരുന്ന സഭകളാണ്. അച്ഛൻ പ്രസംഗം നിർത്തിയിട്ട് കാര്യം പറ. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിരന്തരമായ നമ്മുടെ കത്തുകൾക്കുത്തരമായി കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസ് നമുക്ക് തന്ന മെത്രാനാണ് മാർ ഏലിയ മേലൂസ്. പക്ഷേ അദ്ദേഹം റോമിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദമില്ലാതെയാണ് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുള്ളതും നമ്മുടെ സഭയ്ക്ക് ഇതുവരെ നേതൃത്വം കൊടുത്തിട്ടുള്ളതും. ഇങ്ങനെയല്ലല്ലോ അന്ന് അച്ഛൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, ഞാനടക്കം നമ്മളെല്ലാവരും ചതിക്കപ്പെടുകയായിരുന്നുവെന്ന്. അന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെയും കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസിന്റെ ഒക്കെ അനുവാദ പത്രിക കാണിച്ചാണല്ലോ. പിന്നെ എങ്ങനെ അനുവാദം ഇല്ലാതെയാണ് വന്നതെന്ന് അച്ഛന് പറയാൻ പറ്റണേ? അത് തൊണ്ടനാട്ടച്ഛന്റെ പണിയാണ്. മേലൂസ് മെത്രാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബോംബെയിൽ എത്തിച്ചേർന്ന തൊണ്ടനാട്ടച്ഛൻ ഉണ്ടാക്കിയ വ്യാജരേഖയാണ് നമ്മളെ കാണിച്ചിട്ടുള്ളത്. അല്ല, ഒരു അനുവാദവും ഇല്ലാതെയാണോ ഒരു മെത്രാൻ ഇത്രയും ദൂരം കപ്പൽ യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്? ഒരു അനുവാദവുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് റോമിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദമില്ല എന്നാണ്. എന്തെങ്കിലും അനുവാദമുണ്ടോ? മെത്രാന് കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസിന്റെ അനുവാദമുണ്ട്. നമുക്ക് അത് പോരെ അച്ചോ? അത് പോരാ ഇനാശുമാപ്പിളെ. കാര്യം, ബാബേലിലെ കൽദായ കത്തോലിക്ക സഭയിൽ നിന്നാണ് നമ്മളെ ഭരിക്കാൻ ഒരു കാലത്ത് മെത്രാന്മാർ എത്തിയിരുന്നത്. പക്ഷേ ഉദയം പേരൂർ സൂനകദോസിന് ശേഷം ഒരു മെത്രാനെ പോലും നമുക്ക് കൽദായ കത്തോലിക്ക സഭയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അപ്പോ റോക്കോസ് മെത്രാനോ? റോക്കോസ് മെത്രാൻ റോമിന്റെ അനുവാദമില്ലാതെയാണ് ഇവിടെ എത്തിയത്. ഇപ്പോഴേ മേലൂസ് മെത്രാനും. നമ്മുടെ സഭയുടെ മേലുണ്ടായിരുന്ന കൽദായ കത്തോലിക്ക സഭയുടെ അധികാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് പാത്രിയാർക്കീസ് മേലൂസ് മെത്രാനെ ഇപ്പോ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി എന്താണ് തീരുമാനം? നിങ്ങളിങ്ങനെ ഇടയ കയറല്ലേ, അച്ഛൻ പറയുന്നത് കേൾക്ക്. നീ അതിന്റെ ഇടയിൽ ആളാവണ്ടടാ. അച്ഛൻ പറയുന്നത് തന്നെയാ ഞങ്ങൾ കേൾക്കണേ. നിങ്ങളിങ്ങനെ ബഹളം വയ്ക്കില്ലേ? ബോംബെയിലുള്ള പേപ്പൽ പ്രതിനിധി മാർ മെവൂരിൻ വരാപ്പുഴ മെത്രാപ്പോലിത്തയായ മോൺസിഞ്ഞോർ ലയോനാർഡിനെ അറിയിച്ചതാണ് ഈ വിവരങ്ങളൊക്കെ. ഇപ്പൊ സംഗതി വ്യക്തമായച്ചോ. പണ്ടും ഈ ലത്തീൻ കത്തോലിക്കർക്ക് ഒരു ആഗ്രഹമുണ്ട്. അവരുടെ എണ്ണസംഖ്യ കുറവായതുകൊണ്ട് കൂടുതൽ അംഗങ്ങളുള്ള സുറിയാനി കത്തോലിക്കരെ അവരുടെ കൂട്ടത്തിൽ ചേർക്കാനും നമ്മളെ ഭരിക്കാനും. വരാപ്പുഴ മെത്രാപ്പോലിത്ത ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നമ്മളെ അവരുടെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള അടവ് മാത്രാണിത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. വരാപ്പുഴ മെത്രാപ്പോലിത്ത പറഞ്ഞതാണ് യാഥാർത്ഥ്യം. നമ്മൾ തെറ്റായ രീതിയിൽ സഞ്ചരിക്കരുതെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് റോമിലെ പരിശുദ്ധ സിംഹാസനം ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത്. നമ്മളെ കുറിച്ച് റോമിലെ മാർപ്പാപ്പയ്ക്ക് ഇത്രമാത്രം ആകുലതയുണ്ടെങ്കിൽ ഞങ്ങൾ മേലൂസ് മെത്രാന്റെ കീഴിൽ നിന്നും തിരിച്ചു വരാൻ തയ്യാറാണ്. പക്ഷേ നാളേക്ക് നാളെ നമ്മുടെ പാരമ്പര്യം പേറുന്ന ഒരു മെത്രാനെ നമുക്ക് അനുവദിച്ചു തരാൻ പറയണം. അത് ശരിയാക്കി തരാൻ പറ്റുമോ ഇഗ്നീഷ്യസ് അച്ഛന്? അതെങ്ങനെ ശരിയാവും? എത്ര നാള് കത്തെഴുതിയിട്ടാണ് പല കാര്യങ്ങളും അനുവദിച്ചു കിട്ടുന്നത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങൾ നടക്കണേ?
അതിനൊക്കെ സമയെടുക്കും. നീ പോടാ ചെറുക്ക, അവൻ അച്ഛന്റെ പക്ഷം പറയുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കല്ലേ. മേലൂസ് മെത്രാനോട് ഉടനെ ബാബേലിലേക്ക് തിരിച്ചു വരാൻ കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പോകാൻ തയ്യാറാകുന്നില്ല. റോമിലെ പരിശുദ്ധ സിംഹാസനത്തെയും കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസിനെയും എതിർത്തിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, തന്റേതായ ഒരു സാമ്രാജ്യം ഇവിടെ കെട്ടിപ്പടുക്കാൻ. നിങ്ങൾ ദയവ് ചെയ്ത് ആ കെണിയിൽ വീണു പോകരുത്. ഈ ഒരു കാര്യത്തിൽ റോമിന്റെ അവസാന തീരുമാനം എന്താ? മേലൂസ് മെത്രാൻ ഇവിടെ നിന്ന് തിരിച്ചു പോയില്ലെങ്കിൽ അദ്ദേഹത്തെ മഹ്റോൻ ചൊല്ലാനാണ് പരിശുദ്ധ സിംഹാസനം അറിയിച്ചിട്ടുള്ളത്. അതങ്ങ് പള്ളിയെ പോയി പറഞ്ഞാ മതിയച്ചോ. ഇവിടെ മേലൂസ് മെത്രാനെ ഇത്ര ആഘോഷമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് കൽദായ കത്തോലിക്ക പാത്രിയാർക്കീസിന്റെ അനുവാദ പത്രിക കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ മെത്രാനായി അംഗീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹം തന്നെ ഈ മലബാറിലെ ക്രിസ്തീയ വിശ്വാസികളെ ഭരിക്കും. അതും പരിശുദ്ധ മാതാവിന്റെ 7 വ്യാകുലങ്ങളുടെ ഈ പള്ളിയിലിരുന്നുകൊണ്ട്. ഈ ഇടവകയുടെ തുടക്കം തൊട്ടുള്ള തറവാട്ടുകാരാണ് ഞങ്ങളിൽ പലരും. ഈ പള്ളി പണിയാനും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നടത്തി വന്നിട്ടുള്ളതും ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരാ. അതുകൊണ്ട് പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയായാണ് ഞാൻ ഈ പറയുന്നത്. കൂട്ടത്തിൽ കൂടേണ്ടവർക്ക് കൂടാം, അല്ലാത്തവർക്ക് മറ്റേതെങ്കിലും ഒക്കെ സഭയിലേക്ക് പോവാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ? നീ പോയാലോ ചെറുക്ക. പരിഭവചന്ദ്രൻ പാതിമറഞ്ഞു, പാടാൻ മറന്നു കുയിലിണകൾ. താരുകൾ വാടി തളിരുകളിടറി രജനീഗന്ധികൾ വിടരാതായി. നിലാപ്പൂപ്പന്തലോ കനൽ കൂടാരമായി തമ്മിൽ മിണ്ടാതെ പോകുന്നൊരാപ്പാടികൾ അങ്ങകലെ അങ്ങകലെ വിതുമ്പുന്നു മൂകാർദ്രതാരം. ഇനിയൊന്നു ചേരുമാവണിയെങ്ങോ കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. കഥയറിയാതെ മനമകലുന്നു കനവിന്നോരങ്ങളിൽ. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു. മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു. അന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന തൃശ്ശിവപേരൂർ ഇടവകാംഗങ്ങൾ 2 കുടുംബങ്ങളായി മാറി. ഒരു കൂട്ടർ കത്തോലിക്കരെന്നറിയപ്പെട്ടു, മറ്റേ കൂട്ടർ മേലൂസ് പക്ഷക്കാരെന്നും. മേലൂസ് പക്ഷക്കാരുടെ എണ്ണം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ തറവാട്ടുപള്ളി അവരുപയോഗിച്ചു. പള്ളിയോട് ചേർന്നുള്ള വൈദിക മന്ദിരത്തിൽ മേലൂസ് മെത്രാൻ താമസം തുടർന്നു. അമ്മേ, ഇത്തിരി ചമ്മന്തി തന്നേ. എന്തായിടാ നിന്റെ പണിയുടെ കാര്യം? 1-2 പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആരും വന്നോളം പറഞ്ഞിട്ടില്ല. പലരും സഭയുടെ പേര് പറഞ്ഞിട്ടാ പണി തരാത്തെ. കത്തോലിക്കനായതുകൊണ്ട് അവരുടെ വീട്ടിൽ പണിക്ക് വരണ്ടെന്നാ പറയണേ. നീ നിരാശപ്പെടണ്ടടാ.
ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഇവിടെ ആരും ഇല്ലേ? ഈനാശുമാപ്പിളയല്ലേ അത്? ആഹാ, നല്ല സമയത്താണല്ലോ എന്റെ വരവ്. എന്തുട്ടാ നീ തിന്നണേ? കപ്പയും ചമ്മന്തിയും. നല്ല രുചിയായിരിക്കൂലേ? കപ്പയും ചമ്മന്തിയും ഒക്കെ കഴിച്ച കാലം മറന്നു. വീട്ടിലെന്നും കോഴിയോ പോത്തോ ആടോ ഒക്കെ ആയിരിക്കും. മുതലാളി ഇരിക്കേ. ആ, വീടൊക്കെ ഒത്തിരി പഴയതായല്ലോ മറിയാമേ. ആ, കുറച്ച് പൈസ കിട്ടിയാ പുതുക്കി പണിയണം. ഔസേപ്പ് മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? 18. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഔസേപ്പ് ഞങ്ങളുടെ വീട്ടിലെ ആ സപ്രമഞ്ച കട്ടില് പണിയണത്. നല്ലൊരു ആശാരിയായിരുന്നു കേട്ടോ. നിലം തികഞ്ഞ തച്ചൻ. പക്ഷേ ദീർഘായുസുണ്ടായില്ല. ഞങ്ങളുടെ വീട്ടിലെ ഒട്ടുമിക്ക മരത്തിന്റെ സാധനങ്ങളും തച്ചൻ ഔസേപ്പ് പണിതതാ. ഇവിടെ പിന്നെ കസേരയ്ക്കും കട്ടിലിനും ഒന്നും വലിയ ക്ഷാമം ഉണ്ടാവില്ലല്ലോ. ആശാരിയുടെ പൊരയല്ലേ. ആ, ഇനി വന്ന കാര്യം പറയാം. അന്ന് രാത്രി എൻ്റെ തോട്ടത്തിൽ വെച്ച് ഞാൻ വളരെ മോശമായിട്ടാ ഇവനോട് പെരുമാറിയത്. ഇച്ചിരി ചാരായം അകത്തുണ്ടായിരുന്നു. അതാ എൻ്റെ കൈവിട്ടു പോയെ. ആ സംഭവം നിനക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് മുഴുവൻ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് സാരില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. മറിയാമേ, ഞാൻ എൻ്റെ മോളുടെ അടുത്ത് സംസാരിച്ചു. അപ്പോഴാ ഇവര് തമ്മിൽ എത്രമാത്രം ഇഷ്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായത്. അവൾക്ക് ഇവനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാ പറയണേ. ഇവനും അങ്ങനെ തന്നെ ആവൂന്ന് തോന്നുന്നു, അല്ലേടാ? അതെ. എനിക്ക് ദൈവം ഒറ്റ മോളയെ തന്നിട്ടുള്ളൂ. ആ സംഭവത്തിന് ശേഷം ഞാൻ വേറെ കുറെ ആലോചനകൾ അവൾക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. വെറുതെ ഒരാളെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മക്കളുടെ ഇഷ്ടം അനുസരിച്ച് അവരെ കെട്ടിച്ചയക്കണത്. അതുകൊണ്ട് ഞാൻ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാന്ന് വിചാരിക്കുക. മറിയത്തിനും കുടുംബക്കാർക്കും തടസ്സമില്ലെങ്കിൽ ഒരു തീയതി നിശ്ചയിച്ച് എന്നെ അറിയിച്ചാ മതി. ഇതിന് എങ്ങനെ നന്ദി പറയണ്ടേന്ന് അറിയില്ല. നന്ദി പറച്ചിലിൻ്റെ ഒന്നും ആവശ്യമില്ല. മക്കളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ആ, നീ ഇതെവിടെയായിരുന്നു? പള്ളിയിൽ കുറച്ച് പണിയുണ്ടായി. മുതലാളി എന്താ ഇവിടെ? എടാ, മുതലാളി ഫ്രാൻസിസിന്റെയും ക്ലാരയുടെയും കല്യാണം നടത്തി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയാൻ വന്നതാ. ദൈവമേ, സത്യമാണോ കേൾക്കണേ? സത്യം. നിങ്ങൾ ഒരു തീയതി നിശ്ചയിച്ച് പറ. അതിന് ഞങ്ങളുടെ തീയതി മാത്രം നോക്കിയാൽ പോരല്ലോ മുതലാളി. പള്ളിയിലെ വികാരിയച്ഛന്റെ ഒഴിവ് കൂടെ നോക്കണ്ടേ? ഏതു പള്ളിയിലെ? കത്തോലിക്ക പള്ളിയിലെ. ഏത്? ആ റൊട്ടിപ്പള്ളിയിലെ? അതെന്താ മുതലാളി അങ്ങനെ പറഞ്ഞേ? തറവാട്ട് പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടപ്പോ ആ ഒരു കുരിശുപള്ളി പണിയാൻ സ്ഥലം തരാൻ റൊട്ടിക്കാരൻ ബാപ്പുചേട്ടനുണ്ടായിരുന്നുള്ളൂ. പള്ളിയിലെ കാര്യങ്ങളൊക്കെ പരിശുദ്ധ മാതാവിന്റെ പള്ളിയിലെ വികാരിയച്ഛനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കെട്ടിക്കാൻ മേലൂസ് മെത്രാനും ഉണ്ടാകും. അതെന്താ മുതലാളി അങ്ങനെ? നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ചെറുക്കന്റെ പള്ളി വെച്ചല്ലേ കെട്ടി നിർത്തണ്ടേ? ആ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു. ഈ കെട്ടു നടക്കുന്നതോടെ ഇനി ചെറുക്കന്റെയും ചെറുക്കന്റെ ബന്ധുക്കളുടെയും പള്ളി പരിശുദ്ധ വ്യാകുല മാതാവിന്റെ പള്ളിയായിരിക്കും. മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ലടാ. എന്റെ മകൾ ക്ലാരയെ കെട്ടുന്ന ഫ്രാൻസിസും അവന്റെ കുടുംബവും കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് ഞങ്ങളുടെ സഭയിൽ ചേരണം. ഓ, അപ്പൊ കല്യാണമല്ല, സഭയിൽ ആളെ ചേർക്കലാണ് ഉദ്ദേശം. കത്തോലിക്ക പള്ളിയിലെ വികാരിച്ചൻ പറഞ്ഞായിരുന്നു നിങ്ങൾ അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെന്ന്. ആ, അങ്ങനെ കരുതണമെങ്കിൽ കരുതിക്കോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിന്
ഈനാശു മാപ്പിള സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവന് പറയാനായി ഒരു പാരമ്പര്യമോ പണമോ പണിയോ ഇല്ല. അങ്ങനെയുള്ള ഒരുത്തന് പാരമ്പര്യവും പണവുമൊക്കെയുള്ള എന്റെ തറവാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും നേട്ടം വേണ്ടേ? കത്തോലിക്ക സഭ ഉപേക്ഷിച്ച് ഞങ്ങൾ എങ്ങോട്ടുമില്ല. ആ അതും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവസാനത്തെ തീരുമാനം പറയേണ്ടത് അമ്മയും ചേട്ടനും ഒന്നുമല്ല. എൻ്റെ മോളെ വിവാഹം കഴിക്കണോ വേണ്ടെന്ന് ഇവൻ പറയട്ടെ. ഫ്രാൻസിസേ, മുഖത്ത് നോക്കി പറയടാ. ഞാനെന്താ പറയണ്ടേ? എനിക്ക് ക്ലാരയെ ഇഷ്ടമാണ്. ക്ലാരയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആ അതാണ് ആൺകുട്ടി. ഇപ്പോഴാ എനിക്ക് സന്തോഷമായേ. പാരമ്പര്യവും പണവും ഒന്നും ഇല്ലെങ്കിലും ചങ്കൂറ്റമുണ്ട്. എനിക്കത് മതി. ഇനി അമ്മയോടും ചേട്ടനോടും വേദനിപ്പിക്കുന്നൊരു കാര്യം കൂടി പറയാം. സ്വന്തമായി വീടില്ലാത്ത ഒരു അനാഥ ചെറുക്കനെയാണ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി കണ്ടുപിടിച്ചതെന്ന് നാട്ടുകാരെന്നെ കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് ഈ വീടും പറമ്പും ഞാൻ ഇവൻ്റെ പേരിൽ വാങ്ങിക്കാൻ പോവാ. നിങ്ങൾക്കിവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും പോവാം. ഇവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ സഭയിൽ ചേർന്നേ പറ്റൂ. വേണ്ട മുതലാളി, ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട. ഈ വീടും പറമ്പും ഫ്രാൻസിസിന്റെ പേരിൽ എഴുതി തരാം. ഏതായാലും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാം. തമ്പുരാൻ കർത്താവ് അത്യാവശ്യം അധ്വാനിക്കാനുള്ള ആരോഗ്യം തന്നിട്ടുണ്ട്. അമ്മയെ ഞാൻ നോക്കിക്കോളാം. അമ്മേ, എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോ. നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. മറിയച്ചേട്ടത്തിയും ലോനക്കുട്ടിയും അന്നു തന്നെ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി. ഈനാശു മാപ്പിള താൻ പറഞ്ഞ വാക്കു പാലിച്ചു. ഏറ്റവും അടുത്ത ദിവസം ഫ്രാൻസിസിന്റെയും ക്ലാരയുടെയും വിവാഹം നടത്തി. ആർഭാടമായി തന്നെ. ഒരുപക്ഷെ തൃശ്ശിവപ്പേരൂർ അങ്ങാടി അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഒന്നൊന്നര കല്യാണം. കണ്ടടുക്കെ വന്നടുക്കും വെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻകട കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മത പൂണിൻ കൊതിപ്പോ കണ്ണിടുമ്പോൾ തുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ കൊള്ളാൻ ഞാൻ. എന്തെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സന്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മത പൂണിൻ കൊതിപ്പൂ കണ്ണിടുമ്പോൾ തുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ.
കനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകവും. ഓ പൊന്തി വരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകവും. കുഞ്ഞിമണി കുഞ്ഞിറങ്ങി ചെന്നിറങ്ങും താഴ്വരയിൽ നിന്നെ കാത്തു നിന്നിരുന്നു ചെന്തളിരും മുന്തിരിയും. ചില ചില ചിലര ചില ചില കിന്ന കിന്ന കിന്നര കിന്ന കിന്ന. എന്റെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കതിൽ ചൊല്ലാം ഞാൻ. பொன்னகில குந்திருக்கும் பெண்புகையில் வெஞ்சரிப்ப நின் அழகு காத்திருக்கும் வீடனிக்கு ஸ்வர்க்கமல்லே. பொன்னகில குந்திருக்கும் பெண்புகையில் வெஞ்சரிப்ப நின் அழகு காத்திருக்கும் വീടനിക്ക് സ്വർഗമല്ലേ. നിന്നിഴലിൽ സഞ്ചരിക്കും വീതി എന്ന സ്നേഹപദം കണ്ടടത്തിലെങ്ങും എങ്ങും മിന്നിടുന്നു നിന്റെ മുഖം. ചില ചില ചിലര ചില ചില കിന്ന കിന്ന കിന്നര കിന്ന കിന്ന. എന്റെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കതിൽ ചൊല്ലാം ഞാൻ. ചില ചില ചിലര ചില ചില കിന്ന കിന്ന കിന്നര കിന്ന കിന്ന. ചില ചില ചിലര ചില ചില കിന്ന കിന്ന കിന്നര കിന്ന കിന്ന. 40 വർഷം തറവാട്ടുപള്ളി കേസിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. എങ്കിലും മേലൂസ് പക്ഷക്കാര് തന്നെയാണ് അത് ഉപയോഗിച്ചിരുന്നത്. കേസിന്റെ വിധി വന്നപ്പോൾ ആ തറവാട്ടുപള്ളി കത്തോലിക്കർക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. പക്ഷേ അവർ നിരാശരായില്ല. പുതിയൊരു പള്ളി പണിയാനുള്ള അനുവാദത്തിനായി അവർ അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 1925 ഒക്ടോബർ 8 ദേവാലയം നിർമ്മിക്കാനുള്ള അനുവാദം കൊച്ചി സർക്കാരിൽ നിന്നും ലഭിച്ചു. മതിയടാ, വായിക്കൊന്നും ഒരു രുചിയില്ല. ദേ ഇതുകൂടെ കഴിക്ക്, കുറച്ചുകൂടി ഉള്ളൂ. അമ്മയ്ക്ക് വേണ്ടാഞ്ഞിട്ടാ. ഇവിടെ ആരുമില്ലേ? ആരാത്? നമ്മുടെ പള്ളിയിലെ വികാരിയച്ഛനാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛനിരിക്കി. മറിയച്ചേട്ടത്തിക്ക് എങ്ങനെയുണ്ട്? ചെറിയൊരു പനി, പിന്നെ ചുമ. ചുമയ്ക്കുമ്പോ ശരീരം മുഴുവനും വേദനിക്കുക. വൈദ്യരെ കാണിച്ചില്ലേ? കാണിച്ചു, കഷായം തന്നു. അതാണെങ്കിൽ ഭയങ്കര കയ്പ്. പള്ളിയിൽ എന്താ വിശേഷം? പള്ളിയിൽ എന്താ, ഇങ്ങനെ സന്തോഷമായിട്ട് പോണു. ഇടവകക്കാർക്ക് പള്ളിയുടെ അകത്ത് സ്ഥലം തികയുന്നില്ല, അതേ ഉള്ളൊരു പ്രശ്നം.
അതിനകത്ത് അത്രയൊക്കെ സ്ഥലം കാണൂ അച്ഛ. തറവാട്ടു പള്ളി കിട്ടാൻ 10-40 വർഷം കേസ് നടത്തി. ഒരു കേസ് പോലും ജയിച്ചിട്ടില്ല. ഒടുവിൽ ഫ്രാൻസിസ് വാഴപ്പിള്ളി പിതാവിൻ്റെയും ഈ ഉണ്ണി വക്കീലിൻ്റെയും കഠിന പ്രയത്നം കൊണ്ടാ പുതിയൊരു പള്ളി പണിയാൻ അനുവാദം കിട്ടി. അന്നാണെങ്കിൽ ആരുടെയും കയ്യിൽ പൈസയില്ല. നാട്ടിലെ പ്രമാണികളൊക്കെ അവരുടെ പക്ഷം കൂടിയില്ലേ. അപ്പോൾ പിതാവാ പറഞ്ഞേ, നമ്മുടെ പള്ളിക്കൂടം പള്ളിയായി ഉപയോഗിക്കാൻ. പഴയ പള്ളിക്കൂടല്ലച്ചോ, അതിനകത്ത് പെരുത്ത സ്ഥലമൊന്നും കാണില്ല. പുതിയൊരു പള്ളി പണിയാൻ അനുവാദത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കിട്ടിയാ മതിയായിരുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അച്ചോ, നടക്കും. ഈ ലോനച്ചേട്ടൻ എന്താ ഒറ്റത്തടിയായി നിന്ന് കളഞ്ഞ്? നല്ല പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കായിരുന്നില്ലേ? എന്താ പറ്റിയ ലോനച്ചേട്ടാ? ഏയ് വേണ്ടെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് കൂട്ടായിട്ട് ഇങ്ങനെ നിന്നല്ലേ? ബൈബിളിൽ പറയുന്നത് പോലെ, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. മറിയ ചേട്ടത്തി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? ഞാൻ എന്തിനാ അച്ചോ അച്ഛൻ്റെ അടുത്ത് കള്ളം പറയണേ? മറിയ ചേട്ടത്തിക്ക് ഫ്രാൻസിസ് ചേട്ടനോട് എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ദേഷ്യം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ അത് ചിലപ്പോ കള്ളമാവും. തോന്നിയിട്ടുണ്ട്, നല്ല പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു, ഞാൻ എന്തിനാ ദേഷ്യപ്പെടണേ? അന്നത്തെ അവൻ്റെ സാഹചര്യം അതായിരുന്നു. ക്ലാര നല്ല കുട്ടിയാ, എനിക്കറിയാവളെ. ക്ലാരയെ ഉപേക്ഷിച്ചു പോന്നിരുന്നെങ്കിൽ അവൻ ചിലപ്പോ ജീവിതകാലം മുഴുവൻ വിഷമിച്ച് നടന്നേനെ. അവളും. എന്നാലും കത്തോലിക്ക സഭയിൽ ചേരാത്തതുകൊണ്ട് അതും ഒരു സങ്കടം തന്നെയായിരുന്നു. പിന്നെ വഴിതെറ്റിപ്പോയൊന്നില്ലല്ലോ. കത്തോലിക്ക സഭയിൽ അംഗങ്ങളല്ലെങ്കിലും അവരും പ്രാർത്ഥിക്കണത് ഈശോ തമ്പുരാനോട് തന്നെയല്ലേ. അപ്പൊ പിന്നെ സങ്കടമൊക്കെ പോയി. എന്നാൽ സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ. സത്യത്തിൽ അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താ? നിങ്ങളെ കാണാൻ 2 പേരിവിടെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. അമ്മേ, ഫ്രാൻസിസും ക്ലാരയും. ഇവരുടെ കുടുംബം കത്തോലിക്ക സഭയിലേക്ക് ചേരാൻ പോകുന്നു. സത്യാണോ ഞാനീ കേൾക്കണേ? സത്യാണമ്മേ. ഞങ്ങൾ ഒരുപാട് ആലോചിച്ചും പ്രാർത്ഥിച്ചും എടുത്ത തീരുമാനമാണ്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മുൻകൈ എടുത്തത് ഇവളാ. അമ്മേ, അമ്മയ്ക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ഇല്ല മക്കളെ, അമ്മയ്ക്ക് ആരോടും ദേഷ്യമില്ല. തമ്പുരാൻ നിങ്ങൾ അനുഗ്രഹിക്കും.
അടുത്ത ദിവസം കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ ഒരു സംഭവം നടന്നു. ഒരു ചരിത്ര സംഭവം. എടാ, ഒത്തിരി നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. ആർക്കെങ്കിലും അറിയോ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നതെന്ന്? അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ. എൻ്റെ ചേട്ടാ, ചൂടായിട്ടൊരു കാര്യമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇരിക്കണ ഒരു ഒറ്റെണ്ണത്തിന് എന്തിനാണ് വികാരിച്ചൻ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞതെന്ന് അറിയില്ല. എടാ, ദേ അച്ഛൻ വരുന്നുണ്ട്. അച്ചോ, ഞങ്ങളോട് എന്തിനാ ഇവിടെ കൂടാൻ പറഞ്ഞത്? ഞങ്ങൾ കൊറേ നേരമായി വന്നിട്ട്. എന്താ അച്ഛൻ്റെ കയ്യില്? കിതപ്പൊന്ന് മാറട്ടടാ. ഇതെന്താണെന്നറിയോ? പുതിയ പള്ളി പണിയാനുള്ള അനുവാദ പത്രിക. നമ്മുടെ ഇപ്പോഴത്തെ പള്ളിയുടെ സ്ഥലപരിമിതി മനസ്സിലാക്കി വാഴപ്പള്ളി പിതാവ് പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ പേരിൽ തന്നെ പുതിയൊരു പള്ളി പണിയാൻ അനുവാദം തന്നു. പക്ഷേ പള്ളി പണിയാനുള്ള പണവും സാധനങ്ങളും നമ്മൾ തന്നെ സംഘടിപ്പിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു പുതിയ പള്ളി പണിയാൻ പറ്റുമോ നമുക്കച്ഛാ? പറ്റും തോമസ് ഏട്ടാ, നമ്മളെ കൊണ്ട് സാധിക്കും. എനിക്ക് ഉറപ്പുണ്ട്. അച്ചോ, എന്റെ കയ്യിൽ പണമൊന്നും തരാനില്ല. പക്ഷേ അപ്പനപ്പൂപ്പന്മാരായി കൈമാറി തന്നിട്ടുള്ള കുറച്ച് പറമ്പുണ്ട്. അത് വിറ്റ് കിട്ടുന്ന പണം ഞാൻ പള്ളി പണിക്കാ തരാം. നന്ദി ദേവസി ചേട്ടാ. എന്റെ പറമ്പിലെ കുറെ മരങ്ങൾ നിൽപ്പുണ്ട്, അത് പള്ളിക്ക് തരാം. കട്ടളി ജനലൊക്കെ പണിയാൻ അത് ഉപകരിക്കും. ഒറിഞ്ചു ചേട്ടന് നന്ദി. ഞാൻ എന്റെ കാളകളെ തരാച്ചോ. എന്നാ ഞാൻ എന്റെ കാളവണ്ടി തരാം. എന്റെ കെട്ടിയോളുടെ പൊന്നും മുഴുവൻ തരാച്ചോ. എന്താടി, നിന്റെ പൊന്ന് നമുക്ക് പള്ളിപ്പണിക്ക് കൊടുത്തൂടെ? അതിനെന്താ? ദൈവമേ, നിനക്കൊരായിരം നന്ദി. നീ എന്നെ ഭരമേൽപ്പിച്ച നിന്റെ ഈ ദൈവജനം എത്രയോ സ്നേഹമുള്ളവരാണ്. നിനക്കൊരു ദൈവാലയം പണിയാൻ അവർക്കുള്ളത് മുഴുവനും പങ്കുവെക്കുന്നത് കണ്ടു. പണ്ട് ദാവീദ് രാജാവ് കൂടാരത്തിന് മുൻപിൽ തുള്ളിച്ചാടിയതുപോലെ ഈ ജനങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്കിവിടെ നിന്ന് തുള്ളിച്ചാടാൻ തോന്നാം. നന്ദി ദൈവമേ, നന്ദി.
ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ അച്ഛനും മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഞാൻ ഈനാശു മാപ്പിള. ഇന്നലെ രാത്രി അത്താഴം കഴിക്കുമ്പോ വീട്ടിലൊരു ചർച്ച. എൻ്റെ മകൾ ക്ലാരയും അവളുടെ കുടുംബവും കത്തോലിക്ക സഭയിൽ ചേരാൻ പോവുകയാണെന്ന്. കൂടുതൽ ചോദിച്ചപ്പോ പറഞ്ഞു, കത്തോലിക്ക പള്ളിയിലെ ഇപ്പോഴത്തെ വികാരിയച്ഛനാണ് ശക്തമായി അതിനുവേണ്ടി പ്രവർത്തിച്ചതെന്ന്. അപ്പോ പിന്നെ അച്ഛനെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഇറങ്ങാൻ നേരത്താ മറ്റൊരു വാർത്ത കേട്ടെ. പുതിയ പള്ളി പണിയാനുള്ള അനുവാദം കിട്ടിയെന്ന്. ചേട്ടാ, ഫ്രാൻസിസ് ചേട്ടനും ക്ലാര ചേച്ചിയും അവരുടെ ഇഷ്ടമനുസരിച്ചാണ് കത്തോലിക്ക സഭയിൽ ചേരുന്നത്, അല്ലാതെ ആരും നിർബന്ധിച്ചിട്ടല്ല. ആയിക്കോട്ടെ, ഞാനതിന് എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വഴക്ക് കൂടാൻ വന്നതല്ല. അച്ഛനോട് വേറൊരു കാര്യം പറയാൻ വന്നതാ. അച്ചോ, ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒട്ടനവധി കൊല്ലരുതായ്മകൾ ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കേസുകൾ ജയിക്കാൻ സഭയ്ക്ക് വേണ്ടിയും. പണവും പാരമ്പര്യവും ഒക്കെ ഉള്ളതിൻ്റെ അഹങ്കാരമായിരുന്നു. അല്ല, അതിനുള്ളത് ദൈവം തമ്പുരാൻ തന്നു. പലതും തച്ചുടയ്ക്കാൻ പൊക്കിയ ഈ കൈയും കാലും ഇനി ഒരിക്കലും പൊങ്ങാത്ത വിധത്തിൽ തളർന്നു. എങ്ങനെയാ പരിഹാരം ചെയ്യേണ്ടെന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്താ അതിനൊക്കെ പരിഹാരമാവോന്നും അറിയില്ല. മുതലാളി ഈയിടെയായി ഇങ്ങനെയാ. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കുറേ കരയും. അത് അച്ഛന് കൊടുക്കടാ. അത് അപ്പനപ്പൂപ്പന്മാരായി തന്ന ഒരു സ്ഥലത്തിൻ്റെ പ്രമാണമാണ്. അച്ഛൻ പണിയാൻ പോകുന്ന പുത്തൻ പള്ളിയിലേക്ക് എൻ്റെ സംഭാവന. ഞാൻ പാപിയാണോ? പാപിയാണ്. എന്റെ സ്വന്തം അമ്മയെ പോലെ കണ്ടിരുന്ന പരിശുദ്ധ വ്യാകുല മാതാവിനെ പോലും വേണ്ടെന്ന് വെച്ച പാപിയാണ് ഞാൻ. അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം.
ജനങ്ങളിൽ നിന്നും കിട്ടിയ പണവും സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ജോർജ് പാലയൂരച്ഛന്റെ നേതൃത്വത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സായി പള്ളി പണിയാൻ തുടങ്ങി. ഒരു പുത്തൻ പള്ളി.
11 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഗോത്തിക് മാതൃകയിലുള്ള മനോഹരമായ ആ പള്ളി. എന്റെ വ്യാകുലങ്ങളുടെ പേരിലുള്ള ആ പുത്തൻ പള്ളിയുടെ വളർച്ച ശരിക്കും അത്ഭുതമായിരുന്നു. ആദ്യം ഇടവകയായി, പിന്നെ ഫൊറോന, പിന്നീട് ബസിലിക്ക. ഓരോ കാലഘട്ടത്തിലും മാറി മാറി വന്ന വികാരിയച്ചന്മാരുടെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങൾ ഒന്നിച്ച് ഒരു മനസ്സായി പ്രവർത്തിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അമ്മയുടെ പേരിലുള്ള ആ പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. ശരിക്കും എന്റെ അടുക്കൽ മാധ്യസ്ഥം അപേക്ഷിച്ചു വരുന്ന എന്റെ മക്കളെ ഞാൻ എങ്ങനെയാ കൈവെടിയാ? അമ്മേ, അന്ന് അമ്മയുടെ മക്കൾ ചിതറിക്കപ്പെട്ടപ്പോൾ അമ്മയുടെ മനസ്സ് വേദനിച്ചോ? അത് ഏതൊരമ്മയ്ക്കും വേദനയുള്ളൊരു കാര്യമല്ലേ. മക്കളെല്ലാം പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിക്കണമെന്നല്ലേ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുക. എന്നാലും ജീവിതത്തിലെ വ്യാകുലങ്ങളൊക്കെ ദൈവം നല്ലതിനായി മാറ്റും. എന്റെ പൊന്നു മാലാകമാരെ, കഥയും കേട്ടിങ്ങനെ ഇരുന്നാ മതിയോ? ജൂബിലി ആഘോഷങ്ങൾ തുടങ്ങണ്ടേ? വേണം, തുടങ്ങണം. തുടങ്ങിക്കോ. Hallelujah.